ब्रह्मरूपाय मध्यतो विष्णुरूपिणे अग्रतः शिवरूपाय വൃക്ഷരാജായ തേ നമഃ. നമസ്കാരം. വൃക്ഷങ്ങളുടെ രാജാവായ അരയാലിനെ കുറിച്ചാണ് തൊടിയിലെ ചെടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഭാരതീയ വൈദ്യസമ്പ്രദായത്തോട് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തോടും വളരെ അഭേദ്യമായ ബന്ധമാണ് അരയാലിനുള്ളത്. അരയാലിൻ്റെ വേരിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്ന സങ്കല്പം ഹിന്ദു മതക്കാർക്കുണ്ട്. അതുപോലെ തന്നെ യക്ഷൻ അരയാലിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊരു ഹൈന്ദവ സങ്കല്പം കൂടിയുണ്ട്. അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് വഴി യക്ഷനെ പ്രീതിപ്പെടുത്തുവാനും അതുമൂലം അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും എന്നും ഹിന്ദു മതക്കാർ വിശ്വസിച്ചു പോരുന്നു. ഹൈന്ദവ ആചാരത്തിൽ ജ്യോതിഷപ്രകാരം ഓരോ ജന്മനക്ഷത്രത്തിലും പ്രത്യേകമായ വൃക്ഷത്തിന് ആരാധിച്ചു പോകുന്നതും അതിനെ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂയ നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് അരയാൽ. ഏകദേശം 30 മീറ്റർ വരെ നീളത്തിൽ വരുന്ന ദീർഘായുസ്സുള്ള ഒരു വൃക്ഷമാണ് അരയാൽ. മൊറേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് റിലീജിയോസ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ അശ്വത്ഥ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ആരാധനാലയങ്ങളിലും വിദ്യാലയങ്ങളിലും നാട്ടുവഴികളിലുമെല്ലാം പണ്ടു മുതൽക്കേ അരയാൽ തറകെട്ടി സംരക്ഷിച്ചു വന്നിരുന്നു. വളക്കൂറുള്ള മണ്ണിലല്ലെങ്കിലും അരയാൽ വളർന്ന് പിടിക്കാറുണ്ട്. മണ്ണില്ലെങ്കിലും ഇതിൻ്റെ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ധാരാളം ജലാംശവും അതുപോലെ പോഷണവും വലിച്ചെടുക്കുവാൻ ശക്തിയുണ്ട്. വലിയ മരങ്ങളുടെ ശാഖകളിൽ നിന്നും വേരുകൾ മുളയ്ക്കാറുണ്ട്. ഇതിൻ്റെ വേരുകൾ ജലാംശവും അതുപോലെ പൊടിയിൽ നിന്നും ചത്ത പ്രാണികളിൽ നിന്നും ധാരാളം നൈട്രജൻ ആഗിരണം ചെയ്ത് അതിനിരട്ടി ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ശാഖകൾ വളർന്ന് പന്തലിച്ച് ഒരു തണൽ നൽകുന്ന ഇലകൊഴിയും വൃക്ഷമാണ് അരയാൽ. ഓക്സിജൻ്റെ കലവറയായ അരയാൽ പ്രാണശക്തിയെ ഉത്തേജിപ്പിക്കാൻ വളരെ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധൻ ഉൾപ്പെടെയുള്ള മഹാമുനിമാർ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നതായി ചരിത്രം പറയുന്നു. ആലിൻ്റെ ഇല ഉള്ളതാണ്. ഇതിൻ്റെ അഗ്രം കൂർത്തുമിരിക്കും. തളിരിലയ്ക്ക് ഇളം ചുവപ്പ് നിറവും അത് പാകമാകുമ്പോൾ സാധാരണ പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പുഷ്പങ്ങൾ വളരെ ചെറുതാണ്. ഇതിൻ്റെ കായ്കൾ ചെറുതും ഗോളാകൃതിയിലുമാണ് ഉള്ളത്. അത് പാകമാവുമ്പോൾ ഇളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടും. തളിരില, നാമ്പ്, മരപ്പട്ട എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ മരപ്പട്ട ചർമ്മരോഗങ്ങളെ ശമിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ്. ടാനിൻ, റെസിൻ, ആൽക്കലോയിഡ്, മിനറൽസ്, വൈറ്റമിൻ എന്നിവയാണ് ഇതിൻ്റെ മരപ്പട്ടയിൽ അടങ്ങിയിരിക്കുന്നത്. കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. അരയാൽ അല്ലെങ്കിൽ അശ്വത്ഥം, ഈ അരയാലിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ ബുദ്ധി വികസിക്കുന്നതെന്നാണ് പറയുക. അതിലൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ അരയാലിൻ്റെ രാവിലെ അരയാലിൻ്റെ ചുറ്റുവട്ടം കഴിഞ്ഞാൽ ധാരാളം ഓക്സിജൻ അത് പുറത്തേക്ക് വിടും. അപ്പോൾ ധാരാളം ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഈ അരയാലിനെ അശ്വത്ഥത്തിനെ പ്രദക്ഷിണം വയ്ക്കി രാവിലെ. അത് വളരെ ഊർജ്ജം ലഭിക്കുന്നതാണ്. അതേസമയം തന്നെ വൈകുന്നേരം അതിൻ്റെ താഴത്ത് കിടന്നുറങ്ങാനും പാടില്ല. അപ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡാണ് വരിക. അപ്പോൾ സന്ധ്യയായ അരയാലിൻ്റെ അടുത്തേക്ക് കിടക്കാൻ പാടില്ല. രാവിലെ അരയാലിനെ പോയി പ്രദക്ഷിണം വയ്ക്കണം. എന്നാൽ വളരെ ഊർജ്ജദായകമെന്ന് പറയാം. ഇതിൻ്റെ ബലശ്രുതി വരികയാണെങ്കിൽ ഇത് ഈ പഞ്ചവൽക്കത്തിൽ പെട്ടതാണ്. പഞ്ചവൽക്കാതി തൈലം, പഞ്ചവൽക്കാതി ചൂർണം, അതൊക്കെ അതുകൊണ്ട് ചേർത്തുണ്ടാക്കുന്നതാണ്. ഇത് ശീതവീര്യ, ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രക്തശുദ്ധികരമാണ്. ഈ ത്വക്ക് രോഗങ്ങൾക്ക് ഇത് അകത്തേക്കും കൊടുക്കാം, പുറത്തേക്കും കൊടുക്കാം. മാത്രമല്ല ഈ യോനി രോഗത്തിലെ ഏറ്റവും അഗ്രമായി പറയുന്ന ഒരു ഔഷധമാണ് ഈ
അശ്വത്ഥം, അതായത് ആർത്തവ സംബന്ധമായ രോഗം, യോനി രോഗങ്ങൾ, പഴുപ്പ്, രക്തം പോക്ക്, ഇതിനൊക്കെ ഈ അശ്വത്ഥത്തിന് അല്ലെങ്കിൽ അരയാലിൻ്റെ കഷായം, തൊലി കഷായം അകത്തേക്കും കൊടുക്കാം, പുറമേ കഴുകാനും കൊടുക്കാം. പിന്നെ ഇത് കുറച്ചൊരു ഗ്രാഹിയാണ്, അതായത് ഈ മൂത്രം അധികം പോകുന്ന ആൾക്കാർക്ക്, മൂത്രം അധികം വിട്ടാതെ പോവുക അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ പോകുക എന്നുള്ളതിനൊക്കെ ഇത് പുറമേ ആ നാഭിക്ക് അരച്ചിടാനും പറ്റും, അകത്തേക്ക് കഷായമായിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ ഈ അരയാലിന് ഈ വിഷവൈദ്യത്തിൽ അല്ലെങ്കിൽ വിഷചികിത്സയിൽ ഒരു അത്ഭുത പ്രയോഗമുണ്ട്. അതായത് ഈ മണ്ഡലി അല്ലെങ്കിൽ ഈ വൈപ്പർ റെസ്ലി എന്ന് പറയും, ഈ ചുരട്ട എന്നൊക്കെ പറയും, അങ്ങനെയുള്ളതൊക്കെ കടിച്ച ഈ രോമകൂപത്തിലെയും വായിക്കൂടൊക്കെ ഈ രക്തം വരുന്നൊരു കണ്ടീഷനുണ്ട്. അവിടെ ഈ അശ്വത്ഥം അല്ലെങ്കിൽ ഈ അരയാലിൻ്റെ തൊലി എടുത്ത് കഷായം വെച്ചിട്ട് അകത്തേക്കും കൊടുക്കുക, അത് തന്നെ പുറമേക്ക് ഇങ്ങനെ ധാര ചെയ്യും. ആ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഈ രക്തം വരുന്നത് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ രക്തം വരുന്ന മറ്റ് പല കണ്ടീഷൻ, ഇപ്പോൾ ചില ഔഷധങ്ങൾ കഴിച്ചിട്ട് രക്തം പോകുന്ന കണ്ടീഷനുണ്ട്, ഈ പെർപ്യൂരിക് ഡിസീസ്, ഈ പെർപ്യൂരിക് ഡിസീസിലും ഇതേ പ്രയോഗം കൊടുക്കാറുണ്ട്.